ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋതുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഋതുവിനാണെങ്കിൽ ആകെ ഒരു നിരാശയും കാര്യങ്ങളും ഒക്കെ. ഋതു ആണെങ്കിൽ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല, ജീവിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എന്താ അത് മനസ്സിലാക്കാത്തത് ഋതു എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ചോദിച്ചു കേട്ടോ. ആ സമയത്ത് സേതുവേട്ടാ എന്നും പറഞ്ഞ് സ്വാതി വിളിച്ചു. പിന്നെ ഋതുവിനുള്ള കേക്കും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് തന്നെ ഗിഫ്റ്റ് കൊടുത്തു. ഇനി അങ്ങോട്ട് ചേച്ചിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞ് സ്വാതി ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ ഋതുവിന് കൊടുത്തു. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ളവർക്ക് ആർക്കും നിന്നോട് ഒരു ദേഷ്യമില്ല, ആ പഴയ ഋതുവിനെ നീ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ഋതുക്കോട് തന്നെ പറയുക കേട്ടോ നമ്മുടെ പൂർണിമ. അപ്പോൾ പഴയ ഋതു എന്നൊക്കെ പറയുമ്പോൾ ഈ നിൽക്കുന്ന പല്ലവി ടീച്ചറോട് ഗുസ്തി പിടിക്കുന്ന ഋതു ആണോ എന്ന് ഋതുക ഇവരോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക, ആ ഋതു അല്ല, ടെക്സ്റ്റൈൽസിൻ്റെ ഭരണത്തിൽ മുഴുകിയിരിക്കുന്ന ഋതു എന്ന് പറയുമ്പോൾ ആ ഋതു മരിച്ചു പോയമ്മേ, ഇത് വേറെ ഋതു ആണെന്ന് ഋതുക ഇവരോട് എല്ലാവരോടുമായിട്ട് പറയുക. ഈ ഋതുവിന് ബിസിനസ്സിൽ ഒരു താല്പര്യവും ഇല്ല എന്നും ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ ഋതുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അതെ, താല്പര്യം ഉണ്ടാക്കിയെടുക്കണം, അപ്പം അത് നടക്കില്ലമ്മേ, നടക്കുകയല്ല, അതിനെക്കുറിച്ച് വെറുതെ സംസാരിച്ച് മുഷിയുണ്ടായെന്ന് ഋതു ഇവരോട് വീണ്ടും തർപ്പിച്ചെന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം അതൊക്കെ കേട്ടപ്പോൾ അത് ശരി, ഇന്നത്തെ ദിവസമെങ്കിലും ഉപദേശങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ന് നമ്മുടെ അച്ചു അങ്ങ് പറഞ്ഞു. ഹരി ഗിഫ്റ്റ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നിട്ട് ഗിഫ്റ്റ് എടുത്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു പറഞ്ഞ ഋതിക്ക് അത് വാങ്ങിച്ചു. ഞങ്ങളൊരു കൊച്ചു ഗിഫ്റ്റാണെന്ന് പറഞ്ഞാൽ അച്ചു കൊടുക്കണേ. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സേതു ചെന്നു. അപ്പോൾ ഞാൻ എന്ത് ഗിഫ്റ്റാണ് നിനക്ക് തരുന്നത്, ഞാൻ സമ്മാനമൊന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു സേതു കേട്ടോ. ഞാൻ തന്നെയാണ് നിനക്കുള്ള സമ്മാനമെന്ന് സേതു ഋതികയോട് പറഞ്ഞു. എന്നെ തന്നെ എടുത്തോ നീ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സേതു ഇങ്ങനെ ഋതികയോട് പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക ഭയങ്കര സന്തോഷത്തോടെ. ആ സമയത്ത് ഋതിക വേണ്ട എന്ന് പറഞ്ഞാലും അത് കേൾക്കാൻ കൂട്ടാക്കാതെയാണ് കൂടെ തന്നെ ഇല്ലേ എന്ന് ഋതു സേതുവിനോട് ചോദിക്കുക കേട്ടോ. പിന്നെ എനിക്ക് എന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമ്മാനം തന്നെ എൻ്റെ ഏട്ടനെന്ന് ഋതിക സേതുവിനെ മുഖത്ത് നോക്കി പറയുമ്പോൾ അന്തം വിട്ടിങ്ങനെ നിൽക്കും ഇവരെല്ലാവരും. ഏട്ടാന്ന് വിളിച്ച ഋതു അതിൻ്റെ സന്തോഷത്തിലേ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു. എല്ലാവരും ആഗ്രഹിച്ച ഋതു ഇതായിരുന്നല്ലോ. പക്ഷെ അതിലും വലിയ ഗിഫ്റ്റേ, ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് ടീച്ചർ തന്നെയാണെന്നുള്ള കാര്യം നമ്മുടെ ഋതു പറയാം. അത് കേട്ടപ്പോൾ പല്ലവി ഞെട്ടി. പല്ലവി ഗിഫ്റ്റാന്നൊക്കെ ഋതുക പറയുന്നു. അപ്പോൾ അത് കേട്ട് ഋതുകയെ എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു നിറവ് എല്ലാവർക്കും. എനിക്കറിയാം ഇങ്ങനൊരു ആഘോഷത്തിന് മുൻകൈ എടുത്തത് ടീച്ചറാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ലെന്നും എനിക്കറിയാമെന്നും ഋതുക ഇങ്ങനെ പല്ലവിയോടായിട്ട് പറയുക കേട്ടോ. പിന്നെ താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ നിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടത്, എന്നും ഞങ്ങളോടൊപ്പം എല്ലാവരോടും ഒപ്പം ചേർന്ന് നിൽക്കുന്നവളായിട്ട് നീ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഋതുവിനെ ചേർത്ത് നിർത്തി എല്ലാവരും കേക്കൊക്കെ മുറിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. വലിയ സന്തോഷത്തോടെ ആ ഒരു ചെറിയ പിറന്നാൾ ആഘോഷം അടിപൊളിയാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മുടെ ശോഭാമ്മ വീടടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോഫയിൽ ഒരു സാധനം ഇങ്ങനെ കിടക്കുക. മാഷേ എന്നും പറഞ്ഞൊരു ഒറ്റ വിളി. മാഷ് ഓടി വന്നു. എന്താ ശോഭയെന്ന് ചോദിച്ചു. ഇത് നോക്കിയ മാഷ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആരായി എന്താ എന്ന് മാഷ് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞവർ നിൽക്കും. അപ്പോഴത്തേക്കും വിശ്വനും പാറും കൂടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. മാഷി എന്ന് പതുക്കെ ഈ കാലിൻ്റെ വശത്തുള്ള പുതപ്പ് പൊക്കി നോക്കി. ഇപ്പോൾ കാല് കിടന്ന് അനങ്ങുന്നു. അപ്പോഴത്തേക്ക് മാഷ് ഞെട്ടി. മാഷ് എന്നിട്ട് ആ പുതപ്പ് വലിച്ച് ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് ഇന്ദ്രൻ ഭയങ്കര ഉറക്കം. അപ്പം നീ എങ്ങനെ ഇതിനകത്ത് കയറി എന്ന് മാഷി ചോദിച്ചു. അപ്പോൾ ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് അതാണിത്, ഏത് പൂട്ടും തുറക്കൂ ഇന്ദ്രൻ, അതിന് വീടിൻ്റെ ആയാലും ശരി ജീവിതത്തിൻ്റെ ആയാലും ശരി എന്നൊക്കെ ഇങ്ങനെ ഈ ഇന്ദ്രൻ പറയുക കേട്ടോ. ഇവരെല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണേ പേടിച്ച്. എവിടെ എൻ്റെ ഭാര്യ, ചേട്ടനൊരു ചായ കൊണ്ടുവരാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പാറുവും അതുപോലെ വിശ്വനൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഇറങ്ങടാ പുറത്ത് എന്ന് മാഷ് പറയുമ്പോൾ എന്താ മാഷ് ഇത്, ഒരു മരുമകനോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്, എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഇനി കുറച്ച് ദിവസം ഞാനും ഉണ്ട് ഇവിടെ താമസിക്കാനെന്നൊക്കെ ഈ ഇന്ദ്രൻ പറയുക. അപ്പോഴേക്കും വിശ്വനും പാറും ഒക്കെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. തടിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം, നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖിച്ച് എനിക്കിവിടെ കഴിയണമെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛന് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വിശ്വൻ്റെ കയ്യിൽ നിന്ന് പോയി. അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ശോഭാമ്മ പറഞ്ഞു. ഒരു നിമിഷം പോലും നീ ഇവിടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശോഭാമ്മ പറഞ്ഞു. എനിക്ക് ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ലമ്മേ, എൻ്റെ അമ്മ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ ഞാനും താമസിക്കും, അതാണ് ഞാനും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു.
പാറു ആണെങ്കിൽ ഭയങ്കര കലിപ്പിച്ചിങ്ങനെ നിൽക്കുക. എനിക്ക് അമ്മയെ വിട്ട് ഒരു ദിവസം പോലും താമസിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഉറക്കം വരത്തില്ലെന്നേ, അതെന്താണെന്ന് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ നിനക്ക് എന്തായാലും വീട്ടിൽ നിൽക്കാൻ ഒരു പെണ്ണിനെയും കിട്ടി, ജീവിക്കാൻ ഒരു പെണ്ണിനെ കിട്ടി, വീട്ടുകാരെയും കിട്ടി, എനിക്കല്ലേ ഒന്നും ഇല്ലാണ്ടായതെന്ന് പറഞ്ഞിട്ട് വിശ്വനോട്. എന്ത് സ്നേഹമാണെന്നറിയോ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും. നിനക്കതറിയാവോ? നീ ഇനി ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതിയെന്ന് വിശ്വനോട് ഈ ഇന്ദ്രൻ കയറി പറയുക. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക പാറു. അമ്മേ പിന്നെ അതെ അമ്മേ, അമ്മയും ഇവിടെ തന്നെ നിന്നാൽ മതി കേട്ടോ, ഞാനും ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഈ രാജലക്ഷ്മിയെ വിളിച്ചു വരുത്തി പറയുക. അപ്പോഴേക്കും ഇവരെല്ലാവരും ഞെട്ടി കേട്ടോ. ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നില്ലേ. നമുക്കൊരു കുടുംബം പോലെ ആർത്തുല്ലസിച്ച് നമുക്കിവിടെ അങ്ങ് താമസിക്കാം മാഷേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ ഞെട്ടൽ മാറാൻ നിൽക്കുവാണ് ഇവരെല്ലാവരും. എൻ്റെ പൊന്നമ്മേ, ഇവിടെ കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കാതെ കുടിക്കാൻ പോയി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവാ അമ്മേ. അതെ, രാവിലെ എഴുന്നേറ്റാലുടൻ ഒരു ചായ എനിക്ക് നിർബന്ധമാണ്. അന്നേരം ചേട്ടാ അപ്പം എന്താ അനിയാ, എന്താടാ, എന്താ വിളിച്ചേ? വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു വിശ്വൻ. ആ സമയത്ത് അതെന്തൊരു പറച്ചിലാടാവേ, നീ ഇങ്ങനെ ഇവിടെ വന്ന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നു, അതേ ആഗ്രഹം എനിക്കും ഉണ്ടാവില്ലടാ, അതുകൊണ്ടാടാ ഞാനും വന്നത്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? എടാ ഇത് നിന്റെ മാത്രമല്ല, എൻ്റെയും ഭാര്യ വീടാടാ, നീ അത് മറന്നുപോയോ? ഞാൻ ഇവിടുത്തെ മരുമകനായതിന് ശേഷമാണ് നീ ഇവിടുത്തെ മരുമകനാകുന്നത്, അത് നീ മറന്നു പോകരുത് കേട്ടോ എന്നും പറഞ്ഞ് ഇന്ദ്രൻ ഡയലോഗുകൾക്ക് ഒരു പഞ്ഞുമില്ലാതെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുക. രാജലക്ഷ്മി ഇതൊക്കെ കണ്ടങ്ങ് നിന്ന് ചിരിക്കുക കേട്ടോ. ഈ സമയത്ത് അല്ല പല്ലവി എവിടെ? പല്ലവി മാത്രം കണ്ടില്ലല്ലോ എന്ന്. അവനില്ലേ ആ സേതു എന്ന് പറയുന്നവൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതേ അവൾ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം, അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ റൂമിലേക്ക് ചെല്ലും. എടി കൊച്ചേ എനിക്കൊരു ഗ്ലാസ് ചായ വേണം, ഞാൻ മുറി കാണുവേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇന്ദ്രൻ ഇടിച്ച് കയറി പോവുക. ആ സമയത്ത് പല്ലവിയെ വിളിക്ക്, സേതുവിനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറ, ഇതിനിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശോഭാമ്മ മാഷിനോട് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അവിടെ നിന്നൊരു തലയാട്ട്. അങ്ങനെ ദേ ഇന്ദ്രൻ്റെ ബാഗും എടുത്ത് വിശ്വനും അങ്ങോട്ടേക്ക് പോവുക. ഈ സമയത്ത് പല്ലവിയും സേതുവും കൂടെ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ അവൻ നമ്മളില്ലാത്ത തക്കം നോക്കി ഇടിച്ച് അകത്ത് കയറിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക അയാളെന്നുള്ള കാര്യം പല്ലവി പറയുമ്പോൾ ഇന്ന് അവൻ്റെ അവസാനമാണ് പല്ലവി, അവൻ്റെ കഥ ഞാൻ ഇന്നത്തോടെ തീർക്കുമെന്ന് സേതു പറയുമ്പം അതൊന്നും വേണ്ട, അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം അയാളേക്കാൾ കൂടുതൽ നമുക്കാണെന്നുള്ള കാര്യം പല്ലവി പറയാം. വളരെ കോഷ്യസ് ആയിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനെന്നൊക്കെ പറയുമ്പോൾ കയ്യൂക്ക് കാണിക്കേണ്ടടുത്ത് കയ്യൂക്ക് കാണിക്കണം, അതാണ് അവന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറയുമ്പോൾ എൻ്റെ വീടാണ്, അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലേ അതെല്ലാവരെയും ബാധിക്കും, അതെന്താ സേതുവേട്ടൻ ഓർക്കാത്തതെന്ന് പല്ലവി ചോദിക്കുമ്പോൾ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ കഷ്ടമാണ് കേട്ടോ പല്ലവി. അപ്പോൾ പേടിയല്ല സേതുവേട്ട, കരുതലാണെന്നും അയാൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഒന്നുമില്ല, നമുക്ക് അങ്ങനെയാണോ എന്ന് പല്ലവി സേതുവിനോട് ചോദിച്ചു. നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ഇവനെ പോലെ ഉള്ളവന്മാരുടെ ബലം, അടിച്ചോടിക്കണം ഇടിച്ചോടിക്കണം എന്നൊക്കെ സേതു. എങ്കിലും ഇവനൊക്കെ പഠിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ വരട്ടെ, ആ ഒരു അവസ്ഥയിൽ എത്തോ കാര്യങ്ങളൊന്ന് നോക്കട്ടെ, എന്തായാലും അവൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ. അപ്പോൾ സേതുവേട്ടൻ ആദ്യം കയറി സംസാരിക്കാനൊന്നും നിൽക്കണ്ട, എനിക്ക് പറ്റാതായാൽ മാത്രം സേതുവേട്ടൻ കയറി ഇടപെട്ടാൽ മതി എന്നൊക്കെ പല്ലവി പറഞ്ഞു. അപ്പോൾ ശരി, തൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്നും സേതുവും സമ്മതിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി തീരുമാനമൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഇന്ദ്രൻ അവിടെ ഉമ്മറത്തിരിപ്പുണ്ട്, ബാഗ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ വിശ്വൻ. എല്ലാവരും ചുറ്റിനും ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഇവർ കയറി ചെല്ലുന്നത്. ആഹാ വാ 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 എന്നും പറഞ്ഞ് ഇന്ദ്രൻ ഇവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് കയറ്റുക കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എത്ര നേരമായി പെണ്ണേ ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? മോനെ സേതുമാധവാ, ഈ പാട്ട വണ്ടി ഒന്നും മാറ്റാറായില്ലടാ എന്ന് സേതുവിനോട് ഇന്ദ്രൻ ചോദിച്ചു. നീ വെറും 10ാം ക്ലാസ്സിൽ ഉള്ളെങ്കിലും കൂടെ കൊണ്ട് നടക്കുന്നതേ ഒരു കോളേജ് ലെക്ചററെ അല്ലേ എന്ന് ഇന്ദ്രൻ അന്നേരം ചോദിച്ചു. ഇവർ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക. അല്ല ഇപ്പം ഇവളുടെ സ്റ്റാറ്റസിനുള്ള വണ്ടിയൊക്കെ തന്നെ വേണ്ടേ? എടി നീ ഇനി അതിൽ കയറിയാ നിന്റെ ചീട്ട് ഞാൻ കീറും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയോട് പറയുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് പാറുവിനൊന്നും ചെയ്യാനില്ല, എല്ലാം വരുത്തി വെച്ചിട്ട് പാറു അങ്ങനെ നിൽക്കുക. അപ്പോൾ താനെന്താ ഇവിടെ എന്ന് പല്ലവി ചോദിച്ചു. ആ സമയം ഇത് തന്നെയല്ലേ ഇത്ര നേരമായിട്ട് ഇവർ രണ്ടുപേരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് മാഷും ശോഭാമ്മയും. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മോളെ ഇത് നമ്മുടെ വീടല്ലേ, പിന്നെ ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്നൊക്കെ ഈ പല്ലവിയോട് ഈ ഇന്ദ്രൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇനിയിപ്പോൾ നിൻ്റെ കൂടെ ഇവിടെ താമസിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇറങ്ങിക്കോ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ തൂക്കിയെടുത്ത് എറിയും തന്നെ പുറത്തേക്കെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞപ്പം ആഹാ അതൊക്കെ കൊള്ളാമല്ലോ, ആര് നീയോ തൂക്കിയെടുത്ത് തന്നെ എറിയുമെന്നോ? എങ്കിൽ അതെനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ ദേഹത്ത് കൈ വെക്കുമ്പോഴത്തേക്കും അയ്യോ പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് പാറു നമ്മുടെ ശോഭാമ്മ പേടിച്ച് നിൽക്കുക കേട്ടോ. ഇപ്പോൾ രാജലക്ഷ്മി ഇതൊക്കെ കൊണ്ട് പല്ലൂർ മേടിക്കാം. അത്രയ്ക്ക് ബലം ഉണ്ടോ നിൻ്റെ ഈ കൈക്ക് എന്ന് ഈ ഇന്ദ്രൻ ചോദിച്ച് പല്ലവിയുടെ കൈക്ക് കയറി പിടിച്ചു. കൈ വിട് എന്ന് പല്ലവി പറഞ്ഞു. വിടില്ല, വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം
സേതു കയറി പിടിച്ചിട്ട് അവളുടെ കൈക്കില്ല, എൻ്റെ കൈക്കുണ്ടെന്ന് സേതു ഇന്ദ്രനോട് പറഞ്ഞു. അവൻ്റെ കൈ പിടിച്ചിട്ട് ഒറ്റ തിരിക്കലായിരുന്നു സേതു. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഇന്ദ്രൻ മനഃപൂർവ്വം ഓരോ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് ജയിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അതേതായാലും കൊള്ളാം കേട്ടോ. നായികയൊന്ന് പതറിയ സമയത്ത് തന്നെ നായകൻ്റെ എൻട്രി ഭയങ്കരം തന്നെ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ കിടന്നു പറയാം. പക്ഷേ സേതുമാധവ, ദേ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, ഈ കേസിൽ നിനക്ക് എന്നെ ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പല്ലവി ഇങ്ങനെ നോക്കുക. കാരണം എന്താണെന്ന് നിനക്കറിയാവോ? ഡിവോഴ്സ് നടക്കാത്ത സ്ഥിതിക്ക് നിയമപരമായിട്ട് ഞാൻ ഇപ്പോഴും ഇവളുടെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചു. അപ്പം രാജലക്ഷ്മി ഇങ്ങനെ നിന്ന് ജയിച്ച പോലെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഗോഷ്ഠികൾ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അതിൻ്റെ ഒരു പ്രിവിലേജൊക്കെ എന്തായാലും ഉണ്ടടാ എനിക്ക്, അല്ലെങ്കിലേ നാട്ടുകാരെ വിളിക്ക്, അവർ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ അതാണ് അവൻ മെയിനായിട്ട് കണ്ടത്. ഞാനിപ്പോഴും ദേ ഈ നിൽക്കുന്ന പല്ലവിയുടെ ഭർത്താവാണ്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ താമസിക്കാം. തെളിവുകൾ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഫോണിൽ കിടക്കുന്ന കല്യാണ ഫോട്ടോ കാണിക്കാം. അപ്പോൾ പിന്നെ നാട്ടുകാർ എൻ്റെ കൂടെ നിൽക്കുള്ളൂ. നീ ആരായെന്ന് ചോദിച്ചു സേതുവിനോട്. പിന്നെ ഈ ഇരിക്കുന്ന എൻ്റെ അമ്മ, അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മ ഇപ്പോൾ ഇവിടെയാണ് താമസം, അതുകൊണ്ട് ഞാനും കൂടെ വന്ന് നിന്നു അല്ലേ എന്ന് ഇന്ദ്രൻ ചോദിച്ചു. അതൊരു തെറ്റാണോ? തെറ്റാണോ? എൻ്റെ ഭാര്യ വീട്ടിൽ ഭർത്താവായ ഞാൻ താമസിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നും ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ടല്ലോ കോടതിയിൽ, നിങ്ങളെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പല്ലവി പറയുമ്പോൾ അത് പോയിൻ്റാകട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡിവോഴ്സ് കേസിൻ്റെ വിധി വരുന്നത് വരെ നീ എന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചേ പറ്റൂ എന്ന് ഇന്ദ്രൻ പറയാം. അത് നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എന്നും ഇന്ദ്രൻ സേതുവിൻ്റെ മുഖത്ത് നോക്കി പറയണം. സേതു ഒന്നും മൈൻഡ് പോലും ആക്കാതെ ഇങ്ങനെ അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് അല്ലെങ്കിൽ നീ പോലീസിനെ വിളിക്കാം, അവർ തീരുമാനിക്കട്ടെ അല്ലടാ എന്നൊക്കെ വിശ്വനോട് ഇന്ദ്രൻ അങ്ങ് പറയണു. എല്ലാം സ്ഥാപിച്ചു വെക്കുവാണ് ഇന്ദ്രൻ. അപ്പോഴത്തേക്കും ശോഭാമയ്ക്കും മാഷിനൊക്കെ ടെൻഷനായി. പോലീസ് വന്നു കഴിയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതെ റിയാക്ഷൻ ഇട്ട് ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇന്ദ്രൻ കസറി കയറുവാണ്. ആ സമയത്ത് രാജലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് ഇന്നിങ്ങനെ ചിരിക്കുക. പിന്നെ ദേ അപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഇയാൾ പറയുന്നതിലും കാര്യമുണ്ട് മാഷേ, നിങ്ങളതുപോലെ ചെയ്യെന്ന്. എന്താ ശരിയല്ലേ? സോറി, എൻ്റെ അമ്മായപ്പം പറയും. മതി സംസാരിച്ചത്, ഇതെൻ്റെ കുടുംബ വിഷയമാണ്, എനിക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, ഞാനങ്ങനെ ചെയ്തോളാം, ആരും കയറി അഭിപ്രായമൊന്നും പറയാൻ നിൽക്കണ്ട, എല്ലാവരും പൊക്കോളാൻ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ കിടന്ന് തകർത്ത് അഭിനയിക്കാം. ഇനി എല്ലാവരും പൊയ്ക്കോ. അപ്പോൾ മാഷ് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് കയറിപ്പോയി. അപ്പോൾ എല്ലാവരും പോട്ടെ എല്ലാവരും പോ എന്ന് പറഞ്ഞു. എന്നിട്ട് പാറു ഇങ്ങനെ പോടി പോയുള്ള ചായട്ടുണ്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനോട് ദേഷ്യത്തിൽ ഈ ഇന്ദ്രൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴമാടാ ഇവള്, അത് അടിച്ചെടുത്തോണ്ട് പോകാൻ വന്ന കരിങ്കോക്കയാണ് നീ എങ്കിലേ തെറ്റാൽ വെച്ച് അടിച്ചിടാൻ എനിക്കറിയാം, കേട്ടോളാം സേതു ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. പല്ലവിക്ക് ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്ദ്രനാണെങ്കിൽ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. മോളെ നീ വരുന്നില്ലടി, നമുക്കൊന്ന് സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ കയറി പോയപ്പോൾ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് സേതു പറഞ്ഞു. നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ അകത്തേക്ക് കയറിപ്പോയി. പല്ലവി ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ നിൽക്കുമോ, ഇവനിൽ നിന്ന് ഇനി എങ്ങനെ ഊരിപ്പോകും എന്നുള്ള ഒരിതിൽ. അങ്ങനെ മൊത്തത്തിൽ പാറുവും എല്ലാവരും ആകെ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ. നന്ദി.